എല്ലാം കൂടി അതിന്റെ കണ്ണും മൂക്കൊക്കെ കൊത്തിപ്പറിച്ചു കഴിഞ്ഞാൽ പെറ്റ തള്ളയ്ക്ക് പോലും തിരിച്ചറിയാൻ പറ്റില്ല. പിന്നെന്താ അത് ചടങ്ങ്. ആരാണെന്ന് മനസ്സിലായില്ലേ? ആ ഒരു തങ്കപ്പനെന്നൊക്കെയാ പറയുന്നത്. ഇനി പൊങ്ങി കഴിയുമ്പോ അറിയാം. അവിടെ എന്താ പോയപ്പിള്ളേ? പിരിവോ? അതാ ഊണിയൻ ജനാർദ്ദനനാ. ഇവിടെ എന്തുണ്ടായാലും അവനുണ്ടെങ്കിൽ സാമൂഹ്യ സേവനം നടക്കും. ശരിയായ നടപടി അല്ലല്ലോ അത്. എന്താ അവിടെ കൂടിയിരിക്കുന്നത്? ഓണം എന്തായത്? സഹായനിധി. സഹായനിധി അല്ല, ചായ കണ്ടവൻ ചത്തു, അവന്റെ പാട് കഴിഞ്ഞു. ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോലീസിന്റെ ഉത്തരവാദിത്വം തീർന്നു. പിന്നെ നാട്ടുകാർക്കാ പാട്. ഒന്നുമില്ലെങ്കിൽ ഇതിനെ മാന്യമായിട്ടൊന്ന് സംസ്കരിക്കണ്ടേ സാറേ? ഇത്രയും ബുദ്ധിമുട്ട് ഡെഡ് ബോഡി പുറത്തെടുക്കാൻ പോലീസിന് കഴിയുമെങ്കിൽ അതിനെ മാന്യമായിട്ട് എങ്ങനെ സംസ്കരിക്കണമെന്നും അറിയാം. പിന്നെ പിച്ചെടുക്കാനുള്ളതല്ല യൂണിയൻ. ഒന്നും കിട്ടിയില്ല സാർ, ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ. ഞാൻ തുടങ്ങണ്ട. ഓടോ. ഇപ്പൊ ശവം പൊങ്ങി കഴിഞ്ഞാ പിന്നെ ഓടാ. പിന്നെ ഒരുത്ത ചത്ത് കിട്ടിയില്ല, അതിനു മുമ്പ് പിരിവ് തുടങ്ങി. എങ്ങനെ ഈ ഡെഡ് ബോഡി ഒന്ന് കൈകാര്യം ചെയ്യാം? അല്ല, ഞാനൊരു കാര്യം പറഞ്ഞ സാറിന് ദേഷ്യം തോന്നരുത്. നമ്മളൊന്നും മിണ്ടാതിരിക്കുന്നതാ അതിന്റെ ബുദ്ധി. ഇത് ഇവിടെ നല്ല അടിയൊഴുക്കുള്ള സ്ഥലമാണ്. അതിന്റെ കൂട്ടത്തിൽ അവനും കൊഴി പൊക്കോളും. പിന്നെ ആ കുറ്റി കടന്നാ അത് മത്തായി സാറിന്റെ സെക്ഷനാ, അങ്ങയുടെ തലയിലായിക്കോളും. പിന്നെ പൊങ്ങിക്കഴിഞ്ഞാലേ ഇവന്റെ കളർ എന്തെന്ന് പറയാനൊക്കെ. പച്ചയാണോ നീലയാണോ ചുവപ്പാണോ അതുവരെ ഒരു രാഷ്ട്രീയമില്ല. ചത്ത് കഴിയുമ്പോ ജഡത്തിന് വരെ രാഷ്ട്രീയം വരും. മെനക്കേടായി. രാമു, മമ്മി എന്തിയാ മോളെ? മമ്മിയെ ചായ കൊണ്ട് തരാൻ പറഞ്ഞേ. മോളിന്ന് മമ്മിയോട് പറ, കോടതിയിൽ നിന്ന് തോമാച്ചൻ വന്നിരിക്കുന്നത്. വന്നു അറിഞ്ഞോണ്ട് തന്നെയാ ചായ ഉണ്ടാക്കി കൊടുത്തയച്ചത്. അല്ല, ചായ തന്നെത്താൻ ഉണ്ടാവുമോ? ഓഹോ, തുടങ്ങിയല്ലോ ലാത്തി. പിന്നെ ഗുരുതരമായ ഒരു പ്രശ്നമുണ്ട്. എന്തോന്ന്? വനിതാ പോലീസ് വന്ന് ഇരിപ്പുണ്ട്. എന്താ കാര്യം? ഇൻസ്പെക്ടർമാർ ഇന്ന് നേരത്തെ വരാമെന്ന് പറഞ്ഞ ദിവസമാ. എവിടെയോ പോകാൻ സാരി ഉടുത്ത് റെഡിയായി നിൽക്കുകയായിരുന്നു. ഇതുവരെ കാണാത്തതുകൊണ്ട് മുഖവും മുറിപ്പിച്ച് ഇവിടെ വന്നിരിപ്പുണ്ട്. ഓഹോ, ഇപ്പൊ തന്നെ വിളിക്കാം. വരണം വരണം. എങ്ങനെയുണ്ട് പിള്ളേച്ച ക്രമസമാധാനമൊക്കെ? ഒന്നും പറയണ്ട, ഒരു നശിച്ച ദിവസമായിരുന്നു. എന്ത് പറ്റി? ആക്കുളം കായലിലെങ്ങാണ്ട് ഏതോ ഒരു ഇന്നലെ മുങ്ങിച്ചെത്തു. ചാവുന്നതിന് എളുപ്പമാണല്ലോ, പോലീസിനല്ലേ പാട്. പിന്നെ അതിനെ പോക്കി എടുത്ത് പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തി. എന്തൊരു നാറ്റമാണെന്ന്. പിന്നെ എന്തൊക്കെയാ വൈകുന്നേരം? അയ്യോ, ഞാനിന്ന് നേരത്തെ വരാമെന്ന് അവളോട് പ്രത്യേകം പറഞ്ഞിരുന്നത്. ശരിയാക്കിക്കളെ. ഏതായാലും ഈ തൊപ്പി ഇവിടെ ഇരിക്കട്ടെ. അതെന്നാത്തിന്? ഈ തൊപ്പിയും വെച്ചുകൊണ്ട് തല താഴ്ത്തുന്നൊരു പരിധിയില്ലേ തോമച്ച? ചെല്ലിയല്ലേ. വരണം വരണം. എന്തായി പിള്ളേച്ച? നേരത്തെ പോസ്റ്റ്മോർട്ടം ഒക്കെ എളുപ്പം നടത്തിയല്ലോ, ഇതിപ്പോ എന്തോ ചെയ്യും? ഏതായാലും ഇന്നിന് നമ്മൾ കാണാൻ പോകുന്നില്ല, കുറച്ച് പണിയുണ്ട്. പിന്നെ ഇന്നിന് ഞാൻ എങ്ങും പോകുന്നില്ല. പക്ഷേ ഇന്നെനിക്ക് ആ കളി കാണും. ഏത് കളി? ഏപ്രിൽ 18 എന്നെ കുരുക്കിയ തൃക്കാക്കര കളി. ഞാൻ ഡ്രസ് മാറിട്ട് വരാൻ പോവാണ്. പക്ഷെ ആ കളി ഇപ്പൊ തന്നെ കാണും. എന്താ പിള്ളേ? അല്ല, അത് പെണ്ണുങ്ങള് തമ്മിലുള്ള കാര്യമാ. അതിന് എന്നെ പറഞ്ഞയച്ചിരിക്കുക. എന്താ കാര്യം എന്ന് പറയൂ. അത് മുടി വളരാനേ നമ്മുടെ പെമ്പറന്നോത്തി ഏതാണ്ടൊക്കെ ഇട്ട് കാച്ചി അവള് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാ. ഒരു ഇത്തിരി എണ്ണ ഉണ്ടാക്കി ഇവിടത്തെ കുഞ്ഞിനെന്ന് പറഞ്ഞ് തന്നയച്ചിരിക്കുക. കുഞ്ഞില്ലേ ഇവിടെ? ഉണ്ടുണ്ട്. ഏയ് ഇങ്ങോട്ട് വാ.
എന്താ പിന്നെ നടക്കുമ്പോ ഒരു കിലുക്കം? അല്ല, ഒരു ഗുസ്തി കഴിഞ്ഞ മട്ടുണ്ടല്ലോ, ആകെ ഒന്ന് വേർത്ത്. അത് കോഴിപ്പിള്ളേ ഇവിടെ കുട്ടിക്കാലത്ത് കുറച്ച് ഡാൻസ് പഠിച്ചിട്ടുണ്ടേ. അത് മറന്നുപോയെന്നറിയാൻ വേണ്ടി ചുമ്മാ ഒന്ന് കളിച്ചു നോക്കിയതാ. ഒരു ഗുണമില്ല, എല്ലാം മറന്നു. ഈ എണ്ണ അങ്ങോട്ട് ഏൽപ്പിക്കുക, ഇത് മുടക്കാതെ തേച്ചോണം. അവള് പറയുന്നത് മുടി പനങ്കുല പോലെ അങ്ങോട്ട് വളരുമെന്നാ. ഗോപിപ്പിള്ള ഏതെണ്ണയാ പതിവായിട്ട് തലേ തേക്കുന്നത്? അയ്യോ, എന്റെ തല നോക്കി ഈ എണ്ണയുടെ മാറ്റി നിശ്ചയിക്കരുത്. എന്ന് പറഞ്ഞാ എന്റെ തലയിലെടുത്താണ്ടൊരു പരിവായതിനു ശേഷം അവളെന്നെ കെട്ടിയത്. അപ്പൊ ഞാൻ അങ്ങോട്ട് എന്താടേ സബ് ഇൻസ്പെക്ടറുടെ ഭാര്യയ്ക്ക് മുടി വളരാൻ എണ്ണ, ഇനി എന്തു വേണം? ഞാൻ കിട്ടാം. മതിയടി. ആ ബെൽറ്റ് നേരിട്. ആ ബെൽറ്റ് നീ തന്നെ. ഓ എടി, നിന്റെ തന്ത ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടില്ലേടി? പിന്നെന്തിനാ നക്കാപ്പിച്ച വാങ്ങിക്കുന്നത്? ആ, അത് അച്ഛന്റെ കാശ്. ചേട്ടന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു പ്രത്യേക സുഖമല്ലേ? പിന്നെ കൊള്ളാം. ഞാനിനി എന്നും ഓരോ രൂപ വാങ്ങിക്കും. എല്ലാം പ്രത്യേകിച്ച് സൂക്ഷിച്ചു വെക്കും. അതെന്തിനാടി? അതീ വീട്ടിൽ നമ്മളെ കൂടാതെ ഇനി ഒരാൾ കൂടി വരില്ലേ? ഓ എന്ന്. ആ, വരും വരും വരും. അപ്പൊ ആദ്യമായിട്ടൊരു ഉടുപ്പ് ഇതുകൊണ്ട് വാങ്ങിക്കും. എന്നാല് ഉടനെ നീ ഈ പൊടുപ്പൊന്നും വാങ്ങണ്ട. ആദ്യം നീ ചാട്ടവും ബഹളവും ഒക്കെ നിർത്തി ഒരു നല്ല ഭാര്യ എന്നിട്ട് ആലോചിക്കാം ആളോ വേണോ വേണ്ടോ എന്നുള്ള കാര്യം. കുട്ടാ, നമ്മൾ നുടക്കിയില്ലല്ലോടാ. എന്താ രാവിലെ അടിച്ചകത്ത് കയറിയോ? ഏതാ എന്റെ സെക്ഷൻ? അറിയില്ല. ചേട്ടങ്ങനെ അറിയൂ. എന്താ റൈറ്റർ, എങ്ങനെയുണ്ട് അസുഖം? സർ, കുറവുണ്ടെന്നോ കൂടുതലാണെന്നോ? കുറവുണ്ട്. ആരാ കോഴിപ്പിള്ളേ നമ്മുടെ ലോക്കപ്പിൽ പുതിയൊരു കക്ഷി? അത് നമ്മുടെ മണ്ടൻ കേശവനാ. മണ്ടൻ കേശവനോ? ഇന്ന് 1-ാം തീയതി അല്ലേ സാറ്? 1-ാം തീയതി ലോക്കപ്പിൽ ഒരു പുള്ളിയെങ്കിലും ഇല്ലെങ്കിൽ അത് സ്റ്റേഷൻ ഒരു ഐശ്വര്യക്കട. അല്ല, ചാർജ് ഒന്നും ഇല്ലാതെ പിടിച്ച് അകത്താക്കാന്ന് വെച്ചാൽ? ആ, അതാ അവന്റെ ഒരു വേന്മ. എപ്പോ കയറി പിടിച്ചാലും ഒരു 3-4 കേസെങ്കിലും അവന്റെ കാണും. ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അതൊക്കെ പിന്നെ പറ്റിയ കേസുകളാ. അവനെ കൊണ്ടൊന്ന് വിളിക്കണം. സാറ് വിചാരിച്ചിട്ട് കാര്യമുള്ള കേസ് അല്ലത്. ഇവനൊക്കെ പോലീസോ കോടതിയോ വിചാരിച്ചാൽ പോലും നന്നാവുന്ന വകയിൽപ്പെട്ടതല്ല. നാണമില്ലെന്നേ. ഇവനെ സംബന്ധിച്ചിടത്തോളം പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത് ഒരുതരം ടൂറിസ്റ്റ് ബംഗ്ലാവ് പോലെ. ഇവനെ ഞാൻ ഗണപതിക്ക് കുറിച്ചിട്ടേ ഉള്ളൂ. പിന്നെ നല്ല രാശിയുള്ളവനാ. ഒരു ഗുണമുള്ളത്, ഏത് അർദ്ധരാത്രി എന്ന് അത്യാവശ്യത്തിന് വിളിച്ചാലും ശരി ഇങ്ങനെ പോരും, കൊതറുകയല്ല. പറഞ്ഞു തീർത്തില്ലേ ഇതേവരെ? വെറുതെ പോലീസ് സ്റ്റേഷനിൽ വരണം, പിന്നെ കോടതി പോകണം, ആകെ മെനക്കേടാവും. നിങ്ങൾ അമ്മാവനും മരവനും അല്ലേ? പറഞ്ഞു തീർത്ത് ആരറിയാൻ പോകുന്നു? തീർക്കുന്നതാ നല്ലത്. എന്തോ വീട്ടിൽ അടുക്കള നേരിച്ചു. ഇങ്ങോട്ടടി, ഇങ്ങോട്ട് ഇറങ്ങി 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 ഇറങ്ങ ഇങ്ങോട്ട് ഇറങ്ങടി. ഞാൻ കാര്യം പറയട്ടെ. പോലീസ് സ്റ്റേഷൻ ആടി. അച്ഛൻ വന്നു. വരട്ടെ. അച്ഛൻ വന്നെന്ന്. വരട്ടടി. നീ എന്തുവാ ഈ പേടിപ്പിക്കുന്നേ? അച്ഛൻ എസ്റ്റേറ്റിൽ പോയതാ, ആ വഴി വന്നതാ. അതിനിപ്പോ എന്ത് വേണം? അച്ഛൻ പറഞ്ഞ ചേട്ടനെ കൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ. നീ എങ്ങനെ ഇങ്ങോട്ട് വന്നത്? കാറിൽ.
എന്താ അതിനകത്ത് അച്ഛനിരിക്കാൻ സ്ഥലമില്ലായിരുന്നു? നേരെ ഇങ്ങോട്ട് വരായിരുന്നല്ലോ. അതൊന്നും എനിക്കറിഞ്ഞൂടാ. എടി, യൂണിഫോം ഇട്ട് സ്റ്റേഷനിൽ ഇരിക്കുന്നതിനാണ് നിന്റെ ചേട്ടന് സർക്കാർ മാസാമാസം ശമ്പളം തരുന്നത്. അല്ല, ഞാൻ ഈ യൂണിഫോമിൽ തന്നെ വന്ന് നിന്റെ അച്ഛനെ കാണണം നിനക്ക് നിർബന്ധമാണെങ്കിൽ നിന്റെ അച്ഛൻ വല്ല കുറ്റകൃത്യവും ചെയ്തിരിക്കണം. അങ്ങനൊന്നുമില്ലല്ലോ. ഒന്ന് വാ ചേട്ടാ. മോളെ, നീ കൊച്ചു പെണ്ണ്, നിനക്കൊന്നും അറിഞ്ഞൂടാ. ഈ യൂണിഫോം എന്നൊക്കെ വെച്ചാൽ വലിയ വിലയുള്ള സാധനമല്ലേ. നിന്റെ അച്ഛനത് അറിഞ്ഞൂടാ. മോളിൽ ചെന്ന് അച്ഛനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കി. എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. നീ പോ ഓടി. ആളായതാ ഒരു വലിയ സബ് ഇൻസ്പെക്ടർ. ഞാൻ വിളിച്ച ഐജി വരുമല്ലോടി ഇവിടെ. ചുമ്മാ വീട്ടിൽ കുത്തിരുന്ന് കറക്കിയാ മതി. പിന്നാണ് ഇട്ടാവട്ടത്തിൽ കറങ്ങുന്ന ഈ സബ് ഇൻസ്പെക്ടർ. അച്ഛാ, അത് ഞാൻ അവിടെ ചെന്നപ്പോ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. എന്തോന്ന് ജോലിയടി? ഞാൻ വിളിച്ചാ വരണ്ടേ? വന്നില്ലെങ്കിൽ വരുത്താൻ എനിക്ക് അറിയാൻ മോളെ. അച്ഛൻ വിചാരിച്ചാലുണ്ടല്ലോ അവന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും. പിന്നെ ഞാനത് ചെയ്യാത്തത് നിന്നെ ഓർത്തിട്ടാ. എല്ലാം എന്റെ തെറ്റാ. ഞാനൊന്ന് വഴങ്ങിയതുകൊണ്ടാ. മോളുടെ ഭർത്താവായി പോയില്ലേ? അച്ഛാ, ചേട്ടൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച്. എന്തുദ്ദേശായാലും അയാൾ വരും പറഞ്ഞേരെ. അയാൾ വന്നില്ലെങ്കിലും അയാളുടെ തലതൊട്ടപ്പന്മാരെ ഞാനിരിക്കുന്നിടത്ത് വരാറുണ്ടെന്നും എന്നെ വന്ന് കാണാറുണ്ടെന്നും. നീ പേടിക്കൊന്നും വേണ്ട മോളെ. ഞാൻ അയാൾക്കെതിരായിട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല. എന്തൊക്കെയായാലും എനിക്ക് എന്റെ മോൾക്കപ്പുറം ചിന്തിക്കാൻ പറ്റുമോ? അച്ഛാ, ഊണ് കഴിക്കാം. വേണ്ട മോളെ. ഉള്ളിൽ നിലയ്ക്കൊരു അന്തസ് വേണ്ടേ? എനിക്കിത്തിരി ചോറ് എന്റെ മോളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് ഈ ഇൻസ്പെക്ടർ അദ്ദേഹം വരുന്നവരെ കാത്തിരിക്കാൻ പറ്റില്ല. ആ, കാശിന് വല്ല ആവശ്യമുണ്ടെങ്കിൽ മോൾ എന്നോട് ചോദിക്കണം. അയാൾ അറിയണ്ട. ഒരു ഇൻസ്പെക്ടർക്ക് എന്തോ കിട്ടുമെന്ന് അച്ഛൻ അറിയാൻ മോളെ. ഇത് ഇത്തിരി കൂടുതലാ. ഞാൻ എപ്പോഴും ന്യായത്തിന്റെ കൂടെ നിൽക്കത്തുള്ളൂ. ഇപ്പൊ ശോഭനയുടെ അച്ഛൻ വരാൻ പറഞ്ഞെന്നും കരുതി തൊപ്പിയൊന്നും ധരിക്കാൻ പോകുന്നില്ലല്ലോ. ഒന്നും അല്ലെങ്കിൽ നിങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ചപ്പോ സപ്പോർട്ട് ചെയ്ത ആളല്ലയോ? അപ്പൊ എന്താ വന്നാല് ഒന്ന് കണ്ടാല് ഉടനെ പറയുന്നു പോലീസ് സ്റ്റേഷനാണ്, ഇൻസ്പെക്ടറാണ്. ഇതൊക്കെ ആണെങ്കിൽ എന്റെ ഭർത്താവല്ലേ? വേറൊരു കാര്യമുണ്ട് ശോഭനെ, നമ്മൾ കുറച്ച് അവരെ മനസ്സിലാക്കണം. ഒരുപാട് ജോലിയുള്ള ആൾക്കാരല്ലേ. അവരെ കഷ്ടപ്പെടുന്നത് ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടിയല്ലേ. നമ്മൾ കൂടുതലും കാണുന്നത് വീട്ടിൽ മുഖമല്ലായോ. അപ്പൊ പാവങ്ങളാ, കൊച്ചു പിള്ളേരെ പോലെ. ഈ കൊമ്പും മീശയുള്ള ആൾക്കാര് രാത്രി കിടപ്പറയിൽ വന്ന് ഞാനൊന്നും അറിഞ്ഞില്ലെന്ന് മട്ടി കിടക്കുന്നത് കാണുമ്പോ നമ്മുടെ മനസ്സങ്ങ് അലിഞ്ഞു പോകും. കള്ളന്മാരാ. ഇന്നിങ്ങോട്ട് വരട്ടെ. ഇന്ന് വരുമ്പോ ഷോപ്പിന് ഉടനെ അങ്ങോട്ട് പോകണ്ട. കുറച്ചു നേരം പോകാതിരുന്ന് നോക്കിക്കേ. ഇൻസ്പെക്ടർ സാർ ഇവിടെ കിടന്ന് റോന്ത് ചുറ്റും. ഞാൻ കാണിച്ചു തരാന്നേ.